പ്രകൃതി ജീവനം, പ്രകൃതി കൃഷി ചേർന്നു പോകുന്ന രണ്ട് വാക്കുകളാണ്, രണ്ട് ജീവിതമാണ്. എന്താണ് പ്രകൃതി ജീവനം? പ്രകൃതി കൃഷിയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, പഞ്ചഭൂതങ്ങളുടെ ശുദ്ധമായ ഉപയോഗം, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആരോഗ്യം ശുദ്ധമായിട്ട് തീരുന്നു, രോഗമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ സങ്കേതം ആശ്രമത്തിൽ പ്രകൃതി ജീവനവും പ്രകൃതി കൃഷിയും ഒരുമിച്ച് ആണ് ഇവിടെ പോകുന്നത്. പല സ്ഥലത്തു നിന്നും ഇവിടെ ആൾക്കാർ വരികയും ഇവിടെയുള്ള ഈ ഭക്ഷണം ആസ്വദിച്ച് ഒരു ജീവിതശൈലി പഠിച്ച് രോഗമായിട്ട് വരുന്നവർ അതിനെ കറക്റ്റ് ചെയ്ത് ഈ ഭക്ഷണക്രമത്തിലൂടെ രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സന്തോഷത്തോടുകൂടി തിരികെ പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ട് സന്തോഷിക്കാറുണ്ട്. അതായത് ശുദ്ധമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ ഇല്ലാതാകുന്നു. നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, 15 പേർക്ക് വരെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഡെയിലി നമ്മൾക്ക് ഇവിടെ ഈ രീതിയിലൂടെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ ശുദ്ധമായിട്ടുള്ള രീതിയിലും രുചികരമായിട്ടുള്ള രീതിയിലും നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. അമിതമായിട്ടുള്ള മുളകോ അമിതമായിട്ടുള്ള ഉപ്പോ അമിതമായിട്ടുള്ള പുളിയോ ഒന്നുമില്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾക്ക് രോഗത്തെ വിളിച്ചു വരുത്തുന്നു. അമിതമായിട്ടുള്ള വറ്റൽമുളക് പൊടിയും പുളിയും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് രോഗങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ഈ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് രോഗത്തെ വിളിച്ചു വരുത്തുന്നു. അപ്പം നമ്മളുടെ പ്രകൃതി ജീവനം എന്താണ്, അല്ലെ പ്രകൃതി കൃഷി എന്താണ്? ഈ പ്രകൃതി ജീവനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രകൃതിയിലുള്ള വസ്തുക്കളെയും പ്രകൃതിയിലുള്ള വിഭവങ്ങളെയും ആഹരിച്ച് പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. ഈ പ്രകൃതി ജീവനത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾക്ക് ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് നമ്മൾക്കത് എത്തിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഒരു ജീവിതശൈലിയാണ്.